കാർഷിക വാർത്തകൾ. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ തുടർച്ചയായ ഇടിവ്. റബ്ബർ വിലയിൽ പ്രതീക്ഷയർപ്പിച്ച ആഗോള വിപണി. കുരുമുളക് വില ഇടിവിൽ. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഇടിഞ്ഞു. 3 ദിവസം കൊണ്ട് കൊപ്ര വില ക്വിൻ്റലിന് 500 രൂപയാണ് താഴ്ന്നത്. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക മാർക്കറ്റുകളിലെ മാസാരംഭ വിൽപ്പന മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ കനത്ത തോതിൽ വെളിച്ചെണ്ണ കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. ഒരു വശത്ത് ചരക്ക് വിറ്റുമാറാൻ വ്യവസായികൾ തമ്മിലുള്ള മത്സരം കനത്തതോടെ വെളിച്ചെണ്ണ റെക്കോർഡ് വിലയായ 26,900 രൂപയിൽ നിന്നും 3 ദിവസം കൊണ്ട് 26,400 ഇടിഞ്ഞു. കൊപ്ര വില ക്വിൻ്റലിന് 17,600 രൂപയായി താഴ്ന്നു. റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ വിപണിയുടെ ചലനങ്ങൾ കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ്. പലരുടെയും കരുതൽ ശേഖരത്തിൽ ഡിസംബർ മുതലുള്ള ഷീറ്റുകളുണ്ടെങ്കിലും പ്രതീക്ഷിച്ച വിലക്കയറ്റം സംഭവിക്കാത്തത് ഉൽപ്പാദകരെ നിരാശരാക്കി. കാലപ്പഴക്കം ഷീറ്റിന്റെ ഗുണമേന്മയെ ബാധിക്കാം. ഇതിനിടയിൽ ജൂണിൽ മൺസൂണിന് തുടക്കം കുറിക്കുന്നത് ഷീറ്റ് ലഭ്യതയെ ബാധിക്കാം. ജൂൺ മുതൽ തായ്ലാന്റ് അടക്കമുള്ള മുൻനിര ഉൽപ്പാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് പുനരാരംഭിക്കും. വിദേശ വിപണിയിൽ ലഭ്യത ഉയർന്നാൽ അത് വിലയിലും പ്രതിഫലിക്കാം. ഏഷ്യൻ റബ്ബർ അവധി വിലകൾ നേരിയ റേഞ്ചിൽ നീങ്ങി. കയറ്റുമതി കേന്ദ്രമായ ബാങ്കോക്കിൽ ഷീറ്റ് വില 19,400 നിന്നും 19,900 രൂപയായി ഉയർന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില 19,900 രൂപ. ഇന്ത്യൻ വിപണിയിൽ കുരുമുളക് സാങ്കേതിക തിരുത്തൽ തുടരുന്നു. റെക്കോർഡ് നിലവാരമായ 71,100 രൂപയിൽ നിന്നും കുരുമുളക് വില ഇതിനകം ക്വിൻ്റലിന് 1,300 രൂപ ഇടിഞ്ഞ് 69,800 രൂപയായി. കുരുമുളക് റെക്കോർഡ് പുതുക്കി. ഒരാഴ്ചക്കിടയിൽ കൊച്ചിയിൽ വിൽപ്പനയ്ക്കിറങ്ങിയത് ഏകദേശം 400 ടൺ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 39.07 കോടിയുടെ ചരിത്ര ലാഭവുമായി തിരുവനന്തപുരം മിൽമ. 2024-25 സാമ്പത്തിക വർഷത്തിലെ നേട്ടമാണിത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും ലാഭം നേടിയ സാമ്പത്തിക വർഷമാണിത്. ലാഭവിഹിതത്തിൽ നിന്ന് 35.08 കോടി അധിക പാൽവിലയായും 3.06 കോടി കാലിത്തീറ്റ സബ്സിഡിയായുമാണ് ക്ഷീരകർഷകർക്ക് നൽകിയത്. ഏപ്രിൽ ലിറ്റർ 1-ന് 8 രൂപ നിരക്കിൽ അധിക തുക നൽകുന്നതോടെ മേഖലാ യൂണിയന്റെ പരിധിയിലുള്ള ക്ഷീരസംഘങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി പാൽവില ലിറ്റർ 1-ന് 53.13 രൂപയായി വർദ്ധിച്ചു. അധിക പാൽവില നൽകുന്നതോടെ ഏകദേശം 6 കോടിയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കർഷകക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി 2025-26 സാമ്പത്തിക വർഷം 27 കോടി രൂപയാണ് യൂണിയൻ വകയിരുത്തിയിട്ടുള്ളത്. 2023 മുതൽ ക്ഷീര കർഷകർക്കായി നടപ്പാക്കിയ വിവാഹ ധനസഹായ പദ്ധതിയായ ക്ഷീരസുമംഗലി, ചികിത്സാ ധനസഹായ പദ്ധതിയായ സാന്ത്വന സ്പർശം, പെൺകുട്ടികൾക്കായുള്ള സമ്പാദ്യ പദ്ധതി ക്ഷീരസൗഭാഗ്യ, സബ്സിഡി നിരക്കിൽ സൈലേജ് ലഭ്യമാക്കുന്ന പദ്ധതി തുടങ്ങിയവ നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ അരി വില ഉയരുന്നു. തായ്ലൻഡിലും പാകിസ്ഥാനിലും സ്റ്റോക്ക് കുറഞ്ഞതാണ് കാരണം. 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും അരിവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിയറ്റ്നാമും പാകിസ്ഥാനും അരിവില ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യപാദത്തിലെ ഇന്ത്യയുടെ കയറ്റുമതി മന്ദഗതിയിലായിരുന്നുവെന്നും ജൂണിൽ ഇത് ഉയരുമെന്നുമാണ് വിലയിരുത്തൽ. അരിയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യ നീക്കം ചെയ്തത് വിപണിയിലെ മത്സരം കടുപ്പിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് 35 ലക്ഷം ടൺ അരി വിൽക്കാൻ ടെൻഡർ വിളിക്കാനൊരുങ്ങുന്നതിനാൽ ഇന്ത്യയുടെ ആഭ്യന്തര വിലയിൽ ഇടിവുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ അരി കയറ്റുമതി 225 ലക്ഷമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോതമ്പ് സംഭരണ ലക്ഷ്യം 3.2 കോടി ടണ്ണായി ഉയർത്തി കേന്ദ്രം. പരമാവധി ഗോതമ്പ് സംഭരിക്കാൻ സജ്ജമായി ഏജൻസികൾ. ഉയർന്ന വിളവ് കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ മധ്യപ്രദേശിലെ ഗോതമ്പ് സംഭരണ ലക്ഷ്യം ഈ വർഷം 1 മില്യൺ ടൺ വർദ്ധിപ്പിച്ച് 7 മില്യൺ ടണ്ണായി ഉയർത്തി. പല സംസ്ഥാനങ്ങളിലും വിളവെടുപ്പ് പൂർത്തിയായിട്ടുമുണ്ട്. ഏജൻസികൾ കഴിയുന്നത്ര ഗോതമ്പ് സംഭരിക്കാൻ പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ സംഭരണ കേന്ദ്രങ്ങളിൽ ഗോതമ്പിന്റെ ദൈനംദിന വരവ് 3 ലക്ഷം ടണ്ണിൽ കൂടുതലായിരുന്നു. 15 ലക്ഷത്തിലധികം കർഷകർ സംസ്ഥാന സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇവരിൽ നിന്നും അടിസ്ഥാന താങ്ങുവിലയിലാകും സംഭരിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖാരിഫ് സീസണിലേക്കുള്ള വിത്തുകളുടെയും വളങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വേനൽക്കാല വിളകളുടെ വിതയ്ക്കൽ പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. മൺസൂൺ എത്തുന്നതോടെ നടീലാരംഭിക്കുന്നതിനാൽ അടുത്ത ഖാരിഫ് സീസണിൽ കർഷകർക്ക് വളങ്ങളുടെയും വിത്തുകളുടെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വേനൽക്കാല വിളകളുടെ വിതയ്ക്കൽ പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ചും മന്ത്രി ആരാഞ്ഞു. ഇത്തവണ വേനൽ വിളകളുടെ വിസ്തീർണം 73.08 ലക്ഷം ഹെക്ടറിൽ 8 ലക്ഷം ഹെക്ടർ കൂടുതലാണ്. പ്രതിവാര അവലോകന യോഗത്തിൽ വിളവെടുപ്പ്, വേനൽക്കാല വിളകളുടെ വിതയ്ക്കൽ, സംഭരണം,
വിളകളുടെ ലഭ്യത, വളം, വിത്തുകൾ, കാലാവസ്ഥ, ജലസംഭരണികളുടെ സ്ഥാനം എന്നിവയെക്കുറിച്ചും മന്ത്രി അന്വേഷണം നടത്തി. കർഷകർക്ക് മാത്രമല്ല വിളയുടെ വിൽപ്പനയ്ക്കുള്ള ക്രമീകരണങ്ങളും നടത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷത്തെ കാലവർഷം സാധാരണത്തേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാൽ വില ലിറ്ററിന് 2 രൂപ കൂട്ടി മദർ ഡയറി. സംഭരണ ചെലവ് വർദ്ധിച്ചതാണ് വില കൂട്ടാൻ കാരണം. ഇന്നു മുതൽ വില വർധന പ്രാബല്യത്തിൽ വന്നു. ഉയർന്ന സംഭരണ ചെലവിന്റെ ആഘാതം ഭാഗികമായി മാത്രമേ ഉപഭോക്താക്കൾക്ക് നൽകുന്നുള്ളൂവെന്നാണ് മദർ ഡയറി വ്യക്തമാക്കിയത്. സംഭരണ ചെലവ് ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. വിലവർധന നിലവിൽ വന്നതോടെ 500 മില്ലി പാക്ക് ഫുൾ ക്രീം പാൽ നിലവിലുള്ള 34 നിന്ന് 35 ഉയരും. 500 മില്ലി പാക്ക് ടോണ്ട് പാൽ നിലവിലുള്ള 28 നിന്ന് 29 ഉയർത്തും. കർഷകരുടെ ഉപജീവനമാർഗം നിലനിർത്തുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പാലിന്റെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 199, RSS 5 196, ലാറ്റക്സ് 140, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 71,800, കുരുമുളക് അൺഗാർബിൾ 69,800, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 26,600, കൊപ്ര 19,000, ചുക്ക് 22,500.